എൻ്റെ അമ്മ കലാമണ്ഡലത്തിൽ പഠിച്ചാണ്. അപ്പം അമ്മയുടെ ടീച്ചേഴ്സും ഇവരൊക്കെ കാണുമ്പോൾ പറയില്ലേ, ഈ കുട്ടിയുടെ കുട്ടി ഇങ്ങനെയാണോ ചോദിക്കില്ലേ. അതെൻ്റെ ഒരു വലിയ പേടിയാണ്. മറ്റേത് പറയുമ്പോ ഞാൻ വല്ല ദുർവാസാവോ വിശ്വാമിത്രനെ പോലെ ഉണ്ട്. ഇതും അങ്ങനെ ചപ്പി ക്യൂട്ടി അങ്ങനത്തെ റോളല്ല. ഇതും ഈ പറയുന്ന മീൻസ് എൻ്റെ അടുത്ത് വരുന്നതിൻ്റെത് മാത്രമല്ല, ഞാൻ ചൂസ് ചെയ്യുന്നതിനും പ്രശ്നമുണ്ട്. എനിക്കും അത് അങ്ങനെ പ്രണയിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു ഇതിൽ എനിക്ക് അങ്ങനെ അതെങ്ങനെയാണെന്നുള്ളതും എനിക്കത് വരില്ല എന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യാത്തതിൻ്റെ അതുകൊണ്ട്. തിയേറ്റർ അങ്ങനെയാണെങ്കിലും സിനിമയായാലും ആക്ടിങ് ഈസ് ആക്ടിങ്. അത് ഞാൻ സമ്മതിക്കുകയല്ല, ഇത് വേറെ അത് വേറെ. നമുക്ക് ദ ഡയറക്ടർ വിൽ ടെൽ യു വാട്ട് ടു ഡു ഓൺ സ്ക്രീൻ. ഇഫ് യു ക്യാൻ ഡു, ഇഫ് യു നോ ടു ആക്ട് യു ആക്ട്. ഇഫ് യു ഡോണ്ട് നോ ടു ആക്ട്, ഡാൻസിലും വളരെ മോശമായി ആക്ട് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. നമ്മളൊരു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ട് മാത്രം കാര്യമില്ല, പടവും ഓടണം. എന്നാലേ ഇല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും പോലെ വെറുതെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഓടുന്ന പടത്തിൽ നല്ലൊരു ക്യാരക്ടർ, നല്ല സിനിമയായിരിക്കുക, ആളുകൾക്ക് ഇഷ്ടപ്പെടുക, അതങ്ങനെ ഒരു സംഭവിക്കുന്നത് വളരെ റെയറാണ്. അതൊക്കെ തിരിഞ്ഞു വരുന്നേ ഉള്ളൂ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്ര വീട്ടുകാർ ഒരു മാസം 4 പടം കാണും. അവരുടെ ബഡ്ജറ്റിൽ വരുമോ എന്നുള്ളതാണ്. പോലും ആ പടം വരില്ല. ഇനി എനിക്ക് റിലീസിനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കഴിഞ്ഞ പോലെ നമസ്കാരം. വീഡിയോ വണ്ണോടൊപ്പം ഉള്ളത് മേതിൽ ദേവിക, നിഖില വിമൽ, ഹക്കിം ഷാജാൻ. വെൽക്കം. താങ്ക് യു സോ മച്ച്. കഥ ഇന്ന് വരെ എന്ന് പറയുന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന്റെ യാതൊരു വിവരങ്ങളും പുറത്തു വിട്ടിട്ടില്ല ഇതുവരെയും. പക്ഷെ കണ്ടിടത്തോളം ഇതൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്രണയ കഥയാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് മലയാള സിനിമയിലെ നായികയായി കൂടെ എത്തുകയാണ്. എന്തൊക്കെയാണ് കഥ ഇന്ന് വരെയുടെ വിശേഷം? അങ്ങനെ പറഞ്ഞാൽ പിന്നെ നല്ല വിശേഷം. ഓണക്കാലത്ത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 20th തിയേറ്റേഴ്സിലെത്തുന്നു. എനിക്ക് തോന്നുന്നത് അത് ഒരു എന്താ പറയുക, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല ഒരു സ്റ്റാർ, ഇപ്പം ഈ നായിക എന്ന് എന്നെ വിശേഷിപ്പിക്കാൻ പറ്റില്ല, ഇവിടെ മറ്റ് നായികമാരും ഉണ്ട് അതിൽ. നിഖില വിമൽ, അതേപോലെ അനുശ്രീ, ഓൾസോ we have Hakeem and Anumohan and Biju Menon as my lead. അപ്പോൾ ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. ആൻഡ് എല്ലാവരുടെയും കഥാപാത്രം ഇതിൽ വളരെ ക്രൂഷ്യലാണ് മൊത്തം സിനിമയിലേക്ക്. സോ ഈക്വലി ഇമ്പോർട്ടൻറ്റ് റോൾസ്. ഓക്കെ, എങ്കിൽ ആ കഥാപാത്രത്തെ പരിചയപ്പെടുത്താൻ പറ്റുന്നതാണോ? ഒരുപാട് പറ്റില്ല, എന്നാലും എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉമ എന്നാണ്. ഞാനും ഇതിൽ എൻ്റെതും ഒരു ലവ് സ്റ്റോറിയാണ്. മൾട്ടിപ്പിൾ ലവ് സ്റ്റോറീസാണ്. പല ആൾക്കാരെ നമ്മളെങ്ങനെ കാണുന്നു, എങ്ങനെ മീറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു കഥയാണ്. എൻ്റെ ക്യാരക്ടറും ഒരു കോളേജ് ഗോയിങ് ഗേളാണ്. അങ്ങനെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഹക്കിമിലേക്ക് വന്ന് എനിക്ക് തോന്നുന്നു പ്രണയവിലാസത്തിൻ്റെ മറ്റൊരു രീതിയിലുള്ള ആവിഷ്കാരമാണെന്ന് തോന്നുന്നു. അതെ, ഏകദേശം പ്രണയവിലാസത്തിൻ്റെതായിട്ടുള്ള ചെറിയ ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു വിഷ്ണു പ്രണയവിലാസം കണ്ടിട്ടാണ് എന്നെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേരില്ല ഇതിനകത്ത്, പക്ഷേ അത്യാവശ്യം ഇന്നസെൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം ഒരു നാട്ടും പുറത്തൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രണയം, അങ്ങനെ ഒരു പരിപാടി. വിനോദ് അവശേഷിപ്പിക്കുന്ന പോലത്തെ ഒരു വേദന തരുന്ന അങ്ങനെ ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് അത്രയും പറയാൻ പറ്റില്ല. എന്നാലും നല്ലൊരു പ്രണയ സ്റ്റോറിയാണ്. എനിക്ക് ആക്ച്വലി ഇതിനകത്ത് 7 ദിവസം സ്ക്രീൻ സ്പേസ് ഉള്ളൂ, 7 ദിവസം ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഈ ഹോൾ മൂവി എങ്ങനെ വന്നിട്ടുണ്ടെന്നോ എന്താണെന്നോ എനിക്ക് അത്രയ്ക്ക് ഐഡിയ ഇല്ല. അതുകൊണ്ട് എനിക്ക് ബാക്കിയൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ മൂവി എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയാം. ഈ നായികയായിട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് സംവിധായകൻ ഒരുപാട് കാലം അല്ല അങ്ങനെ അതൊക്കെ കുറച്ച് കാലം നടന്നു എന്നല്ലാണ്ട് അതുകൊണ്ടല്ല. എനിക്ക് ഞാൻ വേറെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മറ്റേത് പറയുമ്പോൾ ഞാൻ വല്ല ദുർവാസാവോ വിശ്വാമിത്രനെ പോലെ ഉണ്ട്. ഇങ്ങനെ ഒരു അങ്ങനെയല്ല അത് ഒരുപാട് സ്ഥലങ്ങളിൽ ടൈറ്റിൽ ഇങ്ങനെ കണ്ടു ഒരുപാട് കാലം. പിന്നെ അത് യു നോ ഹൗ ഇറ്റ് ഇസ്. പക്ഷേ വിഷ്ണുവിന് കുറേ പ്രത്യേകതകൾ ഉണ്ട്. ആൻഡ് എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എനിക്കിത് ചെയ്യാൻ നല്ല സൗകര്യമായിരുന്നു. മാത്രമല്ല, ഞാൻ അന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ISRO ഞാനൊരു വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതെല്ലാം അതിൻ്റെ ടൈം
ടൈമിങ്ങും എല്ലാം മാനിച്ചു കൊണ്ടിട്ടാണ് എനിക്ക് ആ ഒരു സ്കെഡ്യൂളും ആ ലൊക്കേഷനും ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ഇത് എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യില്ല, റൈറ്റ്? അപ്പം സ്ക്രിപ്റ്റ് നല്ലത് അതൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും അപ്പോൾ ഒരാളെ വേണം എന്നുണ്ടെങ്കിൽ അത്തരം വിട്ടുവീഴ്ച ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അഹങ്കാരം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഫസ്റ്റ് ഓർ ദി ഓൺലി ഐ ഡോണ്ട് നോ ഒരു സേഫാണ്. എന്താ വെച്ചാൽ ഞാൻ ഉടനീളം ഒരു വലിയൊരു പൊക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറൊന്നുമല്ല. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈസിലി എന്താ പറയുക, വേണമെങ്കിൽ ക്യാമഫ്ലാജ് ചെയ്തിട്ടൊക്കെ നിൽക്കാം. പക്ഷെ അത് ഐ ഫീൽ ദ ടീം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓരോരുത്തരുടെയും ക്യാരക്ടർ, ഈവൻ മറ്റുള്ളവരുടെ എൻ്റെ പെർട്ടിക്കുലർലി എൻ്റെയും ബിജേട്ടൻ്റെയും ഒക്കെ മറ്റുള്ളവരുടെ പ്രസൻസും നമ്മൾ ഈച്ച് അതർ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പ്രസൻസ്, റൈറ്റ്? അത് തന്നെയാണോ ഈ കഥ തിരഞ്ഞെടുക്കാൻ ഹുക്ക് ചെയ്തൊരു ഫാക്ടർ? ഇങ്ങനെ ഒരു കഥ കേട്ട സമയത്ത് നമുക്കൊരു വേരിയബിൾസ്, നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ വേറെ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. കഥ ഓഫ് കോഴ്സ്, ടീം ഇസ് ദെയർ, നമ്മുടെ സൗകര്യം വളരെ സിമ്പിളാണ് ആക്ച്വലി. ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ കുറേ അപ്രിഹെൻഷൻസ് അദ്ദേഹം ക്ലിയർ ചെയ്യാൻ സാധിച്ചു. പിന്നെ എനിക്ക് എന്നെ അതിൽ പ്ലേസ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് എനിക്ക് വലിയ റിസ്ക് ഇല്ല ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ. ഒരുപാട് ഹോംവർക്കോ പ്രിപ്പറേഷനോ ഒന്നും വേണ്ട. എന്താ വെച്ചാൽ സൈമിൾട്ടേനിയസ്ലി ഞാൻ വേറൊരു വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വളരെ പ്രിപ്പറേഷനുള്ളൊരു റോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇത് സൈമിൾട്ടേനിയസ്ലി നടക്കാൻ പറ്റുന്ന ഒരു വർക്കായിരുന്നു. ആൻഡ് ഓൾസോ ഈ പറയുന്ന വലിയൊരു സ്കെഡ്യൂളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ വർക്കായിട്ട് നമ്മൾ ചെറുതെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കണ്ടന്റിലോ എൻ്റെ സ്ക്രീൻ ടൈമിനെ നമ്മൾ കണക്കാക്കിയിട്ടല്ലല്ലോ ചെറുത് വലുതെന്ന് പറയുന്നത്. ആ ഒരു പ്രസൻസ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഫോർ ലൈക്ക് 1 or 2 minutes, ഇസ് വെരി ക്രൂഷ്യൽ ടു ദ മൂവി. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ആ ഒരു പ്രസൻസ് ആ മൂവിയിൽ ക്രൂഷ്യൽ. ആരും ഇത് വേണ്ടായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. നീലയുടെ ക്യാരക്ടറിൽ വരുമ്പം ഈ പ്രണയം എന്ന് പറയുന്നത് ലൈക്ക് ഒരുപാട് പ്രണയം തീമായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു ചബ്ബി ക്യൂട്ടി ക്യാരക്ടറായിട്ട് അങ്ങനെ ഒരു നായികയായിട്ട് വരുന്നില്ല എന്ന്. പൊതുവെ ഇത്തരം നായികമാരെ പ്രണയത്തിൽ കണ്ട് ശീലിച്ച ഒരു സന്ദർഭം ഉണ്ടല്ലോ. അപ്പൊ അതിലേക്ക് കഥ ഇന്നുവരെ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ അതിലെ ഉമ എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെ വ്യത്യസ്തമാകും എന്നാണ് വിചാരിക്കുന്നത്? ഇതും അങ്ങനെ ചബ്ബി ക്യൂട്ടി അങ്ങനത്തെ റോളല്ല. ഇതും ഈ പറയുന്ന മീൻസ് എൻ്റെ അടുത്ത് വരുന്നതിൻ്റെത് മാത്രമല്ല, ഞാൻ ചൂസ് ചെയ്യുന്നതിനും പ്രശ്നമുണ്ട്. എനിക്കും അത് അങ്ങനെ പ്രണയിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു ഇതിൽ എനിക്ക് അങ്ങനെ അതെങ്ങനെയാണെന്നുള്ളതും എനിക്കത് വരില്ല എന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യാത്തതിൻ്റെ അതുകൊണ്ട് ഈ ക്യാരക്ടറിനെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കാലം ചെയ്തിട്ടുള്ള പ്രണയ സിനിമകളിലൊക്കെ എൻ്റെത് കൂടുതലും ഈ പറയാതെ പോകുന്ന പ്രണയം ടൈപ്പ്, അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ ഒരു ഇതാണ്. അതിനെക്കാട്ടിലും മറ്റേ കുറേയും കൂടെ ഒക്കെ ഒരു പ്രോപ്പർ ലവ് സ്റ്റോറി ഉണ്ട്. ഒരു ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെ ഒരു ആളുണ്ട്. അപ്പോൾ അയാളുമായിട്ടുള്ളൊരു സംസാരമുണ്ട്, അയാളുമായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. സോ അങ്ങനെ യൂഷ്വലി അങ്ങനെ ഞാൻ സിനിമയിൽ ചെയ്തിരിക്കുന്ന പാട്ടുകളിൽ മാത്രമാണ്. അപ്പോൾ ജനറലി അങ്ങനെ അല്ലാതെ ഒരു കുറച്ചുകൂടെ അങ്ങനെ ഒരു ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പം എനിക്കതൊരു രസമുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി. അങ്ങനെയാണ് എനിക്കത് ഹുക്ക് ചെയ്തത്. നിങ്ങൾ പല ജനറേഷനുകളിലുള്ള ആളുകളാണ് നായകന്മാരും നായികയായിട്ട്. ഇത് ബ്രേക്ക് ആക്കാണോ, ഞാൻ വെറുതെ അസ്യൂം ചെയ്യാണെന്നല്ല, പല ജനറേഷനിലുള്ള ഒരേ പ്രണയമാണോ, അല്ലെങ്കിൽ ഒരേ കാലഘട്ടത്തിലുള്ള പല ജനറേഷന്റെ പ്രണയമാണോ? സെപ്റ്റംബർ 20-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അപ്പൊ കാണുക. ഞാൻ എൻ്റെ ഒരു എന്തുവാ ഹാക്കിമിന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പം നേരത്തെ പറഞ്ഞൊരു സിമിലാരിറ്റി പറഞ്ഞു. പക്ഷെ ഈ പ്രണയവിലാസത്തിലെ വിനോദ് എന്ന് പറയുന്ന ക്യാരക്ടറിനും ഈ നേരത്തെ പറഞ്ഞ പോലെ പറയാതെ പോകുന്ന, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവാത്തൊരു പ്രണയമാണല്ലോ. ഈ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ബ്രേക്ക് ആവുന്ന ഒരു കഥാപാത്രമാണോ? ഇപ്പൊ പക്ഷെ ഗെറ്റപ്പിലും ഒക്കെ സെയിം ആണ്. താടിയുണ്ടോ? ഏകദേശം ഒരേ രൂപസാദൃശ്യം ഉണ്ടാവുന്നുണ്ട്.
ലൈക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ഇതിൽ വരുന്നുണ്ടോ? എനിക്ക് ഈ ക്യാരക്ടറിൻ്റെ ആർക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഈ പ്രണയവിലാസം കണ്ടിട്ടാണ് വിഷ്ണുവിന് പുള്ളി ഇതിനകത്ത് കറക്റ്റായിരിക്കും തോന്നിയത്. ഈ പറഞ്ഞ പോലെ പ്രണയവിലാസിൻ്റെതായിട്ടുള്ള പല ഷെയ്ഡ്സും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. പ്രണയമാണ് സംസാരിക്കുന്നത്. രണ്ടാമത് ഈ പറഞ്ഞത് നിങ്ങൾക്ക് നോക്കുമ്പോൾ താടി ഉണ്ടല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷേ ഈ ക്യാരക്ടർ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത്, പിന്നെ ഞാനാണല്ലോ അഭിനയിക്കണം, അപ്പം സെയിം മുഖവും സെയിം എക്സ്പ്രഷനല്ലേ വരും. ഈ പ്രണയവിലാസം തന്നൊരു ഐഡന്റിറ്റി ഇല്ലേ, അതുവരെയുള്ള ക്യാരക്ടേഴ്സിനേക്കാൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നു. ഹക്കീം ഷാജഹാൻ എന്ന നടനെ ആ സിനിമ അടയാളപ്പെടുത്തുന്നു. ആളുകൾ പിന്നീട് പറയുന്നു ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആളുകൾ കമന്റ് ചെയ്യുന്നു. അത് തന്ന ഒരു എക്സ്പീരിയൻസ് എന്താണ്? ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വർക്ക് കിട്ടി തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഓരോ മൈൽ സ്റ്റോൺ ഉണ്ടാവില്ല ഓരോ സമയത്ത്. അങ്ങനെ പ്രണയവിലാസം സംഭവിച്ചതാണ്. അത് എന്നെ എന്തുകൊണ്ട് ആ സമയത്ത് കാസ്റ്റ് ചെയ്തെന്ന് ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട്. കാരണം മാർട്ടിൻ ചേട്ടൻ്റെ തീരുമാനമായിരുന്നു അത് ഹക്കീം ചെയ്തോളും എന്നുള്ളത്. അതിന് മുന്നേ ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. പെട്ടെന്നൊരാളെ അങ്ങനെ, ഞാനാണൊരു ഡയറക്ടർ എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു എല്ലാവരും കൂടി ഒരു ടാസ്ക്കാണത്. അപ്പോൾ മാർട്ടിൻ ചേട്ടൻ അത് ഭയങ്കരമായിട്ട് വിശ്വസിച്ച് നീ ചെയ്തോളും ഓക്കെയാണ് എന്നുള്ളത് പറഞ്ഞിട്ട് പിന്നെ അവരെന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. പിന്നെ എനിക്കാണ് പ്രശ്നം, അയ്യോ ഇത് ഫുൾ ഓഫ് ചെയ്യണമല്ലോ. ഞാൻ ഓക്കെയും പറഞ്ഞു, അഡ്വാൻസും മേടിച്ച്, അങ്ങനെ അവസാനം സംഭവിച്ചു. അങ്ങനെ പറഞ്ഞ പോലെ ആളുകൾ ഒരുപാട് പേര് മെസ്സേജസ് ആയിട്ടും ആൾക്കാരെ വിളിച്ചും ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുള്ളത് പ്രണയവിലാസത്തിനാണ്. നമ്മളൊരു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ട് മാത്രം കാര്യമില്ല, പടവും ഓടണം. എന്നാലേ ഇല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും പോലെ വെറുതെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഓടുന്ന പടത്തിൽ നല്ലൊരു ക്യാരക്ടർ, നല്ല സിനിമയായിരിക്കുക, ആളുകൾക്ക് ഇഷ്ടപ്പെടുക, അതങ്ങനെ ഒരു സംഭവിക്കുന്നത് വളരെ റെയറാണ്. ഒരു 10 പടം ചെയ്താൽ, ഞാൻ എൻ്റെ കേസായിട്ട് പറയണേ, അതിൽ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കടസേൽ ബിരിയാണി എന്ന് പറയുന്ന സിനിമയിലും അതുപോലെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായി. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അതിന് അത്രത്തോളം സ്വീകാര്യത ഇല്ലാതെ പോയോ? ഇല്ല, അത് ബേസിക്കലി അത് സോ കോൾഡ് ഒരു മൂവി കണ്ട് ശീലിച്ച ഒരാൾക്ക് ഡൈജസ്റ്റ് ആവുന്ന തരത്തിലുള്ള ഒരു നറേഷൻ അല്ലത്. അപ്പോൾ അതൊരു പ്രോബ്ലം. രണ്ടാമത് ഇതൊരു പാരലൽ മൂവിയാണ്, നെറ്റ്ഫ്ലിക്സിലുണ്ട്, ആൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും കാണാം. പക്ഷേ ഞാനത് ചെയ്യുന്നത് എൻ്റെ 25ാമത്തെ വയസ്സിലാണ്. എനിക്കിപ്പോൾ 32 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ 25ാമത്തെ വയസ്സിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അന്നറിയാവുന്ന എൻ്റെ ധാരണ വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ കുറച്ചും കൂടെ വൈഡറായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഈ ഫിലിം ബഫുകളുണ്ടല്ലോ, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, മെസ്സേജസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഒരു സൈക്കോ, ഒരു ഭയങ്കര ഒരു വില്ലനിസം. ഈ അത്രയും എക്സ്ട്രീമിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? വെറുതെ അഭിനയല്ലേ, ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല, വെറുതെ അഭിനയിക്കണല്ലോ. ഈ തിരിച്ച് വന്നു കഴിഞ്ഞാല് കുറച്ചേരം ബോറടിപ്പിച്ചില്ലേ? പതുക്കെ തിരിഞ്ഞു വരുന്നേ ഉള്ളൂ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പലപ്പോഴും ആർട്ടിസ്റ്റുകൾ, അതായത് സിനിമയ്ക്ക് പുറത്തുള്ള ആർട്ടിസ്റ്റുകൾ, മറ്റേതെങ്കിലും ഒരു കലാരൂപത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നാടകത്തിലുള്ള ആളുകൾ, അവരെപ്പോഴും പറയാറുള്ളത് സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ സെറ്റിങ്ങുകളെല്ലാം വേറെയാണ്. അവിടെ ആക്ടിങ് തോന്നിയില്ല. ആക്ടിങ് ഇസ് ആക്ടിങ്. അത് സ്റ്റേജിലായാലും തിയേറ്ററിലായാലും സിനിമയിലായാലും നമ്മൾ ഈ ഒരാൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. അതിൻ്റെ പക്ഷേ മെഷർമെൻറ്റ്, അളവുകൾ, ക്യാരക്ടറിൻ്റെ, ഇപ്പോൾ നമുക്ക് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് സ്റ്റൈലൈസ്ഡ് ആക്ടിങ്ങും ഉണ്ട്, റിയലിസ്റ്റിക് ആക്ടിങ് ഉള്ള ചില കണ്ടന്റും ഞാൻ ചെയ്തിട്ടുണ്ട്, റൈറ്റ്. പക്ഷേ അത് നമ്മളിപ്പോൾ ഒരു സ്റ്റേജിലുള്ളൊരു പെർഫോമൻസ് ഞാനിപ്പോൾ ഫിൽം ചെയ്യണം വെച്ചോളൂ, അപ്പോൾ ആ ആക്ടിങ് ടെക്നീക്ക് ഒന്ന് ചെറുതായിട്ടൊക്കെ മാറ്റാം. ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് മാഗ്നിറ്റ്യൂഡ് യു വോണ്ട് ടു ആക്ട്. തിയേറ്റർ അങ്ങനെയാണെങ്കിലും സിനിമയായാലും ആക്ടിങ് ഈസ് ആക്ടിങ്. അത് ഞാൻ സമ്മതിക്കുകയില്ല, ഇത് വേറെ അത് വേറെ. നമുക്ക് ദ ഡയറക്ടർ വിൽ ടെൽ യു വാട്ട് ടു ഡു ഓൺ സ്ക്രീൻ. ഇഫ് യു ക്യാൻ ഡു, ഇഫ് യു നോ ടു ആക്ട് യു ആക്ട്. ഇഫ് യു ഡോണ്ട് നോ ടു ആക്ട്, ഡാൻസിലും വളരെ മോശമായി ആക്ട് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം, റൈറ്റ്. സോ ഡാൻസ് ആക്ടിങ്ങിലും കുറേ സംഭവങ്ങളുണ്ട്, അതിന് കുറേ ഡയമെൻഷൻസ് ഉണ്ട്. അപ്പം യുനോ ഡാൻസിൽ ചില കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര നിസ്സാരമായി ചെയ്തു പോകുന്ന നമുക്കറിയാം. സോ ആക്ടിങ് ഇസ് ആക്ടിങ്. ഏതിലാണെങ്കിൽ ഇപ്പം ഇതിലെ കഥ ഇന്നുവരെയിലേക്ക് വരുമ്പം ആ ഒരു ക്യാരക്ടറിനെ എത്രത്തോളം
അതിനകത്തേക്ക് മാറാൻ മറ്റ് പശ്ചാത്തലങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം നൃത്തത്തിലാണെങ്കിലും നമുക്കൊരു എക്സ്പോഷർ വരികയാണല്ലോ, പല കഥാപാത്രങ്ങൾ വന്നിട്ട്. അപ്പം ഇതിലെ കഥാപാത്രത്തിന്റെ പേര് എനിക്കറിയില്ല. ആ കഥാപാത്രത്തിലേക്ക് എത്താനായിട്ട് ഈ വന്ന വഴികളിലൊക്കെ കണ്ട ആളുകളും ഒക്കെ സഹായിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ആ കഥാപാത്രത്തിനെ ഗ്രാസ്പ് ചെയ്തത്? The director will the script and the story. പിന്നെ നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇപ്പോൾ ഡയറക്ടറിനിപ്പോൾ നിങ്ങളെ പോലെ ആയാൽ മതി, നിങ്ങളുടെ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണം. അത് അവരുടെ ഇമേജാണ്. ഞാൻ കയറി പിന്നെ ചില ഓപ്ഷൻസ് കൊടുക്കാം, ഒന്നിങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യാം. പക്ഷെ അതിൻ്റെ ഫ്ലേവർ ചെറുതായി അവരുടെ മനസ്സിൽ നിന്ന് മാറുകയാണെങ്കിൽ നമ്മളത് കെയർഫുൾ ആയിരിക്കണം. I don't think it's such a big thing. Unless the character requires that much preparation. അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ഫ്രെയിമിൽ വരുന്ന ഒരു കഥാപാത്രങ്ങൾ ചെയ്യണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ സിനിമയിൽ തുടരണം എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റേജിലായാലും നമ്മൾ സൃഷ്ടിക്കുന്ന കഥാപാത്രം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ സ്റ്റേജിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, റൈറ്റ്? നമ്മൾ ഇപ്പോൾ സർപ്പതത്വം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഓഫ് ദ സർപ്പൻ്റ് ആവും. അഹല്യ ചെയ്യുമ്പോൾ ഇന്ദ്രനാവുന്നു. ഇന്ദ്രൻ മിഴാവിലാണ് വരുന്നത്. സോ പിന്നെ അതേപോലെ തന്നെ മറ്റ് ചിലപ്പോൾ നോളജിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഉച്ചില എന്നുള്ളൊരു കഥാപാത്രം. എന്താണ് ജ്ഞാനം? അപ്പോൾ അമ്മായിയമ്മ മരുമകളായിട്ടുള്ളൊരു സംഭാഷണം, അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു 11. സോ ഇതൊക്കെ വൈവിധ്യമായിട്ടുള്ള വളരെ മിസ്റ്റിക്കലായിട്ടുള്ള സാധനങ്ങളും ചെയ്യുന്നുണ്ട്, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വർക്ക്. ഇതെല്ലാം വളരെ റിക്വയർസ് ഡിഫറെൻറ്റ് ആക്ടിങ്. അതും ഞാൻ നിശ്ചയിക്കും, ഇതിൽ എത്ര അളവ് വേണം, വാട്ട് കൈൻഡ് ഓഫ് ടെക്നീക്ക് ഡു ഐ വോണ്ട്. നമുക്ക് പലതും ഉപയോഗിക്കാം. സോ ആ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു കഥ പറയുമ്പോൾ ഇത്ര മതി, നമ്മൾ ഒരുപാട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഡയറക്ടറാണ് മെയിൻ. ഹി വിൽ ടെൽ യു വാട്ട് ഹി ഹാസ്, ദ വിഷ്വൽ ഹി ഹാസ്. പിന്നെ നമുക്ക് അതിൻ്റെ ചില വേരിയേഷൻസ്. ഇപ്പോൾ ഒരു ഡയലോഗ് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം അവർ എന്നോട് പറഞ്ഞു, പിന്നെ രണ്ടാമത്തെ ദിവസമൊക്കെ ഞാൻ ആദ്യത്തെ ടേക്ക് കഴിഞ്ഞ് അവർ ഓക്കെ ആയി കഴിഞ്ഞ് ഞാൻ പറയും, അല്ല പക്ഷെ ഞാൻ ആക്ച്വലി ചെയ്തില്ല, എനിക്ക് കുറച്ചും കൂടെ അല്ല ഇത് ഓക്കെയാണ് പറയും. സോ ബിഫോർ യു നോ ഇറ്റ് ഇസ്. അപ്പം അവർക്ക് അവരുടെ മനസ്സിലൊരു സാധനമുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ ദേ ആർ ഓക്കെ. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് എ ലോട്ട് ഓഫ് ട്രസ്റ്റ്. ആ ക്രിയേറ്ററിന് നമ്മളൊരു ട്രസ്റ്റ് കൊടുക്കണം. പിന്നെ ഈ പറയുന്ന ഈ സോ കോൾ പരക്കായ പ്രൊഫഷൻ ഡിപ്പെൻസ് ഓൺ എവറിഥിങ് ഡിപ്പെൻസ് ഓൺ ദ ക്യാരക്ടർ. ഡാൻസ് ആണെങ്കിൽ തന്നെ അത് സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ അത് വെറും അഭിനയം മാത്രമല്ലല്ലോ, ഒരു സ്റ്റേജ് നമ്മൾ ഒരുക്കിയെടുക്കണം, അതിനനുസരിച്ച് അത് കൊറിയോഗ്രാഫ്സ് ചെയ്യണം. ഡാൻസ് ആകുമ്പോൾ അതിനുള്ളൊരു ഗ്രാമർ ഉണ്ട്, ടെക്നീക്ക്. അതാണ് നമ്മൾ ഈ നൃത്തം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ ഉണ്ട്. ഈ ഗ്രാമറിൽ കൂടെയാണ് നമ്മൾ ഓരോ സ്റ്റൈലിനും ഓരോ ഗ്രാമർ. യു ഡോണ്ട് നീഡ് ടു സ്റ്റിക്ക് ടു ദാറ്റ് ഗ്രാമർ. നമുക്ക് ചിലപ്പോൾ ഗ്രാമറൊക്കെ ബ്രേക്ക് ചെയ്യാം. വാട്ട് വാസ് യുവർ ക്വസ്റ്റ്യൻ? അല്ല, ഇത് സിനിമയിൽ വരുമ്പോൾ ഒരു ഡയറക്ടർ എടുക്കുന്ന അതേ എഫേർട്ട് ആസ് എ ക്രിയേറ്റർ ഓൺ സ്റ്റേജ്. ഇപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു സാധനം റെപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഓൺലി ഇൻ ദ റെപ്ലിക്കേഷൻ. ബട്ട് വെൻ യു ആർ എ ക്രിയേറ്റർ ഇതേ തന്നെയാണ്. നമ്മൾ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുന്നു, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, മ്യൂസിക് ഉണ്ടാക്കുന്നു, up to the performance and choreography and the performance. ഡാൻസിൽ പറ്റാത്തത് പലപ്പോഴും ഇപ്പം എൻ്റെ ഫ്രെറ്റർണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ PR വർക്കും കാര്യങ്ങളാണ്. വെരി സ്മോൾ സ്കെയിൽ, റൈറ്റ്? ഇറ്റ്സ് എ വെരി സ്മോൾ ക്യാൻവസ്. ബട്ട് ഇതിനെ ബിഗായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറെ പല ഡയമെൻഷൻസിലേക്ക് നമുക്ക്. നേരത്തെ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഒരു ഡാൻസർ ആകുമായിരുന്നു. അമ്മയ്ക്ക് ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നു. ഐ മൈറ്റ് ഹാവ്. റിയലി? ഓക്കെ. ഒരു ഡാൻസർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അരവിന്ദന്റെ അതിഥികളിലാണ് ഒരു ഡാൻസറായിട്ട് വരുന്നത്. ഇപ്പം ഗുരുവായൂർ അമ്പലനടയിൽ ഡാൻസ് കളിച്ചു. ഒരു ഡാൻസറായി പെർഫോം ചെയ്യുന്ന റോള് വേണം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഡാൻസിലേക്ക് തിരിയണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് സിനിമയിൽ ഒരിക്കലും അതങ്ങനെ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് അറിയില്ല. സോ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു ഡാൻസറിൻ്റെ റോള് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്കത് നന്നായി മീൻസ് അറിയാവുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പം അറിയാത്ത ഒരാൾക്കത് ചെയ്യാൻ എനിക്കൊരിക്കലും പറ്റില്ല. ബിക്കോസ് എനിക്കറിയാം നന്നായി ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണെന്നും വെറുതെ ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണെന്നും എനിക്കറിയാം. അപ്പം ഞാനിപ്പോൾ നന്നായി ഡാൻസ് കളിക്കുന്ന ഒരു സ്പേസിലല്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന, എല്ലാ ദിവസവും റിഹേഴ്സൽ ചെയ്യുന്ന, ഞാനിത് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടും അങ്ങനെയൊന്നുള്ളൊരു സ്പേസിലല്ല ഞാനുള്ളത്. അപ്പോൾ എനിക്കതും അത് എൻ്റെ അമ്മയൊക്കെ അത് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് അറിയാം അവരത് ചെയ്യുന്നത് എത്രത്തോളം ഇതായിട്ടാണെന്നുള്ളത്, ഡെഡിക്കേറ്റഡ് ആയിട്ടാണെന്നുള്ളത്. അപ്പം അങ്ങനെ നമുക്കത് വെറുതെ പോയിട്ട് എവിടെയും പ്രസൻറ്റ് ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാനൊരു ഡാൻസർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് അറിയാവുന്നതുകൊണ്ട് ഡാൻസറായിട്ട് റോൾ ചെയ്യണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല. അത് obviously she has that she's seen that discipline back home. സോ നമുക്കത് വെറുതെ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്കൊരു ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് ഒരു 2 ഷോട്ട് ഇതിൽ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് എന്നെ ഒരു ഡാൻസറായിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. സോ അത് എനിക്കില്ലാത്തടത്തോളം അത് പ്രസൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അരവിന്ദന്റെ അതിഥികളിലെ ക്യാരക്ടർ അതെവിടെയും ആക്ച്വലി ഡാൻസ് കളിക്കുന്നില്ല. ഞാനത് അവരെന്നോട് പറഞ്ഞപ്പോഴും ആ ക്യാരക്ടർ എവിടെയും അവർക്ക് ഡാൻസ് കളിക്കാൻ പോകുമ്പോൾ വയ്യാതാവുന്നു, ഡാൻസ് അങ്ങനെയൊക്കെയാണ്. അല്ലാതെ പ്രോപ്പറായിട്ടൊരു ഡാൻസ് അതിൽ പറഞ്ഞിരിക്കുന്ന കലാമണ്ഡലത്തിൽ പഠിച്ചു വന്നു എന്നൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും കളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സോങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളതല്ലാതെ അതും മീൻസ് അത്രയും മതിയായിരുന്നു. അതുകൊണ്ടത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയല്ല, ശരിക്കും കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചു ആൾക്കാർ വരികയാണെങ്കിൽ അവർ നന്നായിട്ട് ഡാൻസ് കളിക്കും, ഞാനിപ്പോൾ കളിക്കണ പോലെ അല്ലാതെ ഞാൻ എന്നോട് പറയാണ്ടാണ് അങ്ങനെ സോങ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്നും ഞാൻ അവരുടെ അടുത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഒരിക്കലും അത് മോശമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് തോന്നില്ല. അതിപ്പം എന്നും കളിക്കണമെന്നൊന്നുമില്ല. നമുക്ക് അത് അറിയുമെങ്കിൽ ഇന്ന ആൾക്കാർ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇപ്പം എന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർ ഇപ്പം എനിക്ക് എൻ്റെ അമ്മ കലാമണ്ഡലത്തിൽ പഠിച്ചാണ്. അപ്പം അമ്മയുടെ ടീച്ചേഴ്സും ഇവരൊക്കെ കാണുമ്പോൾ പറയില്ലേ ഈ കുട്ടി ഇങ്ങനെയാണോ ചോദിക്കില്ലേ. അതെൻ്റെ ഒരു വലിയ പേടിയാണ്. അപ്പം എനിക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞു ഞാൻ കളിക്കുകയില്ല. അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാനും ഒന്നും ജനറലി ഡാൻസ് പ്രോഗ്രാംസും ഞാൻ ചെയ്യാറില്ല. എനിക്ക് എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ ഡെയിലി പ്രോഗ്രാം ചെയ്താൽ ഡെയിലി പൈസ വരുന്നൊരു പരിപാടിയാണ്. കാരണം സിനിമയിലും കൂടെ ആയതുകൊണ്ട്. പക്ഷെ എനിക്കത് ചെയ്യാൻ തോന്നാറില്ല. ബിക്കോസ് അത് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കല്ല അതിൻ്റെ പ്രശ്നം, എൻ്റെ അമ്മയ്ക്കാണ് അതിൻ്റെ പ്രശ്നം. സോ അതുകൊണ്ട് ഞാനത് അത്ര ഒരു പ്രാക്ടീസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് വെൽ പ്രാക്ടീസ്ഡ് അല്ല. One thing you must understand is നമ്മൾ സിനിമ ഉണ്ടാക്കുന്ന it's exactly the same process when you create a dance creation. സിനിമയിൽ ഒരു ഡാൻസ് സീക്വൻസ് ഉണ്ടാവുന്നു. ഇപ്പോൾ ഒരു ഡാൻസ് പ്രൊഡക്ഷനിൽ ഒരു ചെറിയൊരു ഇറ്റ് സെയിം ആസ് ഒരു വലിയൊരു ഡാൻസ് പ്രൊഡക്ഷനിൽ ഒരു LED ഇതിൽ ഒരു വീഡിയോ കാണിക്കുന്നു. ഇത് രണ്ടും ദിസ് ഇസ് ഹൗ യു ക്യാൻ കമ്പയർ. ഇന്നേ വരെ സിനിമയിൽ പലപ്പോഴും വരുന്ന ഡാൻസസ് ആർ ജസ്റ്റ് ടു ഒരു എംബലിഷ്മെന്റ്. നമ്മളിപ്പോൾ ഒരു വലിയൊരു ഡാൻസ് പ്രൊഡക്ഷൻ LED സ്ക്രീൻ, ഐ നെവർ യൂസ് എൻ LED സ്ക്രീൻ ഇൻ എ ഡാൻസ്. പക്ഷെ ഒരു LED ഒരു സാധനം വിഷ്വൽ കാണിക്കുന്ന അത്രേ നമുക്ക് സിനിമയിലത്തെ ഡാൻസിനെ കാണാൻ പറ്റുന്നുള്ളൂ. ദ ഹോൾ എൻറ്റയർ പ്രൊഡക്ഷൻ ഓഫ് ഡാൻസ് ഇസ് എ വെരി ഡിഫറെൻറ്റ് തിങ്. അത് ഒബ്വിയസ്ലി അത് ഇറ്റ് ഇസ് എനിക്ക് തോന്നുന്നില്ല ദാറ്റ് ഫിലിം I don't know, they are aware that this is just the same process. Only thing ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടും ഏറ്റവും നീഷ് ആയിട്ടും നടക്കുന്ന, പക്ഷെ അതിലും ഒരുപാട് എക്സ്പ്ലോറേഷൻസ് ഉണ്ട്. നമുക്ക് ബേസിക്കലി അറിയാവുന്നത് ജനറലി നമുക്കറിയാവുന്ന നമ്മുടെ കുട്ടികളെ ഡാൻസ് വീട്ടിൽ നിന്ന് അവർ ഡാൻസ് കളിക്കും. അപ്പോൾ ഡാൻസ് പഠിപ്പിക്കാൻ വിടണം. അപ്പോൾ ഒരു അരങ്ങേറ്റം വരെ പഠിപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ആരും ഇവിടെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അത് എത്രത്തോളം വലിയൊരു കാര്യമാണ് നമുക്കറിയാത്തത്. അപ്പം നമുക്ക് ചുറ്റിലുള്ള ഇപ്പം എനിക്കാണെങ്കിലും ഇപ്പം ചേച്ചിക്കാണെങ്കിലും ചുറ്റിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ചേച്ചിയും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലിയർ ഐഡിയ ഉണ്ട്. പുറത്തുള്ളവർക്ക് കാണുമ്പോൾ അവർ ഡാൻസ് കളിക്കുന്ന ഒരാൾ എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ പുറകിൽ ഇപ്പം നമ്മൾ സിനിമയിൽ നിന്ന് ഒരാൾ പറയുന്ന അതേ എഫേർട്ട്, ഒരു ഡയറക്ടറിനുണ്ടാകുന്ന അതേ എഫേർട്ട് ഒരു ഡാൻസ് ക്രിയേഷനും അതേപോലെ ഉണ്ട്. ഇത് മുന്നേ വേറൊരു വീഡിയോയോട് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പ്ലെഡ്ജറിസം വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ വലിയ എഫേർട്ട് എടുത്ത് ലൈക്ക് മെയിൻ സ്ട്രീമിൽ അല്ലാത്ത ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്ന അതേ കണ്ടന്റിന്റെ ചെറിയ ഭാഗങ്ങളായിരിക്കും ചിലപ്പോൾ സിനിമയിലൂടെ വലുതായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് വരാം. അത് വേറൊരു സ്റ്റാൻഡേർഡ് അതിനകത്ത് സെറ്റ് ചെയ്യുക കൂടിയല്ലേ ചെയ്യുന്നത്? ഇത് നിങ്ങളെ ബാധിക്കില്ലേ? വലിയ ക്രിയേഷൻസ്, ഡാൻസ് ക്രിയേഷൻസ് ചെയ്യുന്ന ആൾക്കാരെ
ദാറ്റ് ഈസ് വൺ പ്രോബ്ലം. നോ, എന്താ വെച്ചാൽ എപ്പോഴും ആൾക്കാർ പെട്ടെന്ന് കാണുന്നത് സെല്ലുലോയിഡും ബിഗ് സ്ക്രീനുമാണ്. പലപ്പോഴും ഇപ്പോൾ ചില വർക്ക് കാണാൻ വന്ന് അവിടുന്ന് അതേ കണ്ടന്റ് അഡാപ്റ്റ് ചെയ്ത് ഞാൻ പറയണത് കേട്ടിട്ടുണ്ട്. ഇറ്റ് ഹസ് കം ഓൺ ബിഗ് സ്ക്രീൻ ഇൻ എ വെരി ഗ്രാൻഡ് വേ. ഈ വലിയ ക്യാൻവസ് ആണ് അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മളിരിക്കുന്ന സ്പേസ് ഒക്കെ വളരെ മിനിമലിസ്റ്റിക് സ്പേസ് ആയതുകൊണ്ട് ഇത് പറയാനോ, പക്ഷെ ഇതിപ്പോൾ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് വന്നതിന് ശേഷം ഇതൊക്കെ മാറുന്നുണ്ട്. പീപ്പിൾ ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ആൻഡ് ഓൾ ദാറ്റ്. ഓൾസോ പ്ലേജറിസം ഓൾസോ ഇസ് എ വെരി ഒരു നമ്മൾ എന്താണ് വാട്ട് ഓഫ് ഇറ്റ് നമ്മൾ എന്താണ് അതിന്ന് എടുത്തിരിക്കുന്നത് അതിലൊക്കെ ഒരുപാട് എത്രയോ കറക്റ്റ് അതേ രീതിയിലുള്ള യുനോ സീൻസ് വേണം, സീക്വൻസസ് വേണം എന്നൊക്കെ ഉണ്ട് ആക്ച്വലി ടു ബി ടൈറ്റിൽ കോൾഡ് പ്ലേജറിസം. സോ പക്ഷേ ഇത് നമ്മൾ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ഡാൻസിൽ അപ്രോപ്രിയേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഒരാളുടെ വർക്ക് എടുത്ത് അത് അങ്ങനെ കണ്ടിട്ട് ഇത് നമ്മളെന്നാ വലിയ സിനിമയിൽ അഡാപ്റ്റ് ചെയ്യാമെന്ന് അങ്ങനെ നടന്നിട്ടുണ്ട് കേട്ടോ വർക്ക്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഒരു ലെസർ ബഡ്ജറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു മിനിമലിസ്റ്റിക് സ്പേസിൽ വർക്ക് ചെയ്യുന്ന പീപ്പിൾ ഡോണ്ട് ഗെറ്റ് റെക്കഗ്നൈസ്ഡ്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ഇന്ത്യൻ ട്രഡീഷണൽ ആർട്ട് ഒന്നും നമുക്ക് അതിനെ ഒരു സ്റ്റാൻഡ് അലോണായി എല്ലാം ഇറ്റ് ഹാസ് ബോറോഡ് അല്ലേ. അവിടുന്നും ഇത് ഒരു സ്റ്റാൻഡ് അലോണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓരോ ട്രഡീഷൻ മറ്റേന്ന് ട്രഡീഷൻ ഇതിൽ പെർമിയബിൾ ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലാസ്റ്റ് ചിത്രം വാഴ എന്ന് പറയുന്ന ചിത്രം അത് ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറിന് പൂങ്കൊടി ടീച്ചർക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വലുതാണ്. ആളുകൾ ഇങ്ങനൊരു ടീച്ചർ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഫീൽ ചെയ്യുന്ന അത്രയും ആളുകൾ അതിനോട് എമ്പതൈസ് ചെയ്യുന്നുണ്ട്, അതിൽ കുട്ടികളോട് എമ്പതൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിൽ റിലീസായപ്പോൾ അത് തിയേറ്ററുകളിൽ അത്രത്തോളം റിസപ്ഷൻ അതിനുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ വാഴയെ അവശേഷിപ്പിക്കുന്ന കുറേ എലമെന്റുകളില്ലേ, പ്രത്യേകിച്ച് പൂങ്കൊടി ടീച്ചർ, അതിനെ ഇപ്പോൾ റീവിസിറ്റ് ചെയ്യുമ്പോൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദ ക്യാരക്ടർ? പൂങ്കൊടി ടീച്ചർ എന്ന് പറയുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്മളത് ആരഭിനയിച്ചു കഴിഞ്ഞാലും ആ ക്യാരക്ടേഴ്സ് നന്നായിരിക്കും. ബിക്കോസ് ആ ക്യാരക്ടറിനെ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ക്യാരക്ടർ. ഇപ്പോൾ മലർ ടീച്ചറുടെ ക്യാരക്ടർ പ്രേമം, നമ്മളത് പറയുമ്പോൾ ആ ക്യാരക്ടറിനാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ആ ക്യാരക്ടറിൻ്റെ എസൻസും അവരുടെ പ്രസൻസും ഒക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് വളരെ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരാൾ വന്ന് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ പോയി അഭിനയിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അത് നമുക്ക് കാരണം ആൾക്കാർക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടും നമുക്കറിയാം. കാരണം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീച്ചർ. അത് ഞാൻ മാരി സാറിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് വാഴയും. സാറിൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സാറിനത് എങ്ങനെ കാണണോ അങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് മാത്രമേ അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കത് മൂപ്പരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം മൂപ്പരെ ലൈഫിൽ മൂപ്പര് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ കുട്ടിയോടാണെങ്കിലും ആ കുട്ടിയെ കൊണ്ട് മൂപ്പര് അങ്ങനെയാണ് അഭിനയിപ്പിക്കുന്നത്. കാരണം ഇയാളുടെ ഇമോഷനാണ് ആ കുട്ടിയിലേക്ക് ഫീഡ് ചെയ്യണേ. അപ്പോൾ ആ കുട്ടീനെ അയാൾ നോക്കുന്നതും ആ കുട്ടിയോട് അയാൾ സംസാരിക്കുന്നതും ആ കുട്ടിയോട് അയാൾ എമ്പത്തൈസ് ചെയ്യുന്നതും നമുക്ക് റിയലിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ആ കുട്ടി എന്തെങ്കിലുമൊക്കെ അഭിനയിക്കുന്ന സമയത്ത് പുള്ളി പോയിട്ട് കുട്ടിയുടെ തലയിൽ തലോടും, അല്ലെങ്കിൽ കുട്ടിയുടെ മുടി ശരിയാക്കും. നമുക്കത് കാണുമ്പം അയാൾക്ക് അന്ന് കിട്ടാതെ പോയതൊക്കെ നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്നത് പോലെ നമുക്ക് തോന്നും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സിനിമ വരുമ്പോൾ ആ കുട്ടികളെങ്ങനെയാണ് അതിനെ റിസീവ് ചെയ്യാന്ന് പറയുന്നത്. കാരണം ഈ അതേ തിരുനെൽവേലിയിലുള്ള അതേ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴും ആ കുട്ടികളും വാഴത്തോപ്പിലൊക്കെ ജോലിക്ക് പോകുന്ന കുട്ടികളാണ്. സോ അവർക്കത് അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് അങ്ങനെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല അതിപ്പോഴും. അപ്പോൾ അവരുടെ രാഷ്ട്രീയവും അവരുടെ കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം മലയാളത്തിൽ അത് എന്തുകൊണ്ട് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾക്ക് പരിചിതമുള്ള രാഷ്ട്രീയമല്ല അത്. നമ്മളുടെ കൾച്ചറിലുള്ള അങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പം അതുകൊണ്ടാണ് നമുക്കത് ഒരുപാട് പേർക്കത് മീൻസ് തിയേറ്ററിൽ പോയി കാണണം എന്ന് തോന്നാത്തത് അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ കണ്ടിട്ട് ഈ പറഞ്ഞ സിനിമ ബഫായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ കാര്യങ്ങളും അങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതൊരു സാധാരണ എന്ത് സിനിമയാണെന്ന് ചിലപ്പോൾ തോന്നാം. അത് അങ്ങനെ തന്നെയാണ് കൊട്ടുകാളി എന്ന് പറഞ്ഞ സിനിമയും.
അത് നമുക്ക് മനസ്സിലാവുന്ന രാഷ്ട്രീയമോ നമ്മൾ കണ്ടിട്ടുള്ളതോ നമ്മൾ ശീലിച്ചിട്ടുള്ളതോ ആയിട്ടൊരു കാര്യമല്ലാത്തത് കൊണ്ട് നമുക്കത് റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിനോടുള്ള പക്ഷെ പിന്നീട് ഇപ്പൊ പാരഞ്ജിത്തിന്റെ സിനിമകളാണെങ്കിലും ആര്യ സെൽവരാജിന്റെ സിനിമകളാണെങ്കിലും OTT വന്നതിന് ശേഷമൊക്കെ അതെ, നമ്മൾ ക്രിട്ടിക്കലി നമ്മൾ മാത്രമേ നമുക്ക് കൂടുതൽ സംസാരിക്കുന്നുള്ളൂ. നമ്മൾ സിനിമ അറിയാവുന്ന, സിനിമ കാണുന്ന ഒരുപാട് ആൾക്കാർ ആണ് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത്. ജനറൽ ഓഡിയൻസിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ സിനിമകൾ ആ സിനിമകളെ ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്ത് അവർ കാണുമായിരിക്കും. പക്ഷെ അവർക്ക് അതിന്റെ രാഷ്ട്രീയം ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ അതെന്തിനാണ് ചിലപ്പോൾ അവിടെ അങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന് ചിലപ്പോൾ അറിയില്ല. അവർക്കതൊരു വിഷ്വൽ മാത്രമായിരിക്കാം. നമ്മളതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതും നമ്മളതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നതും ഒക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജേർണലിസമൊക്കെ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഈസിലി പെട്ടെന്ന് മനസ്സിലാവുകയും നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ കാണുന്ന നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ്. ജനറൽ ഓഡിയൻസിന് ആ സിനിമകൾ പാരഞ്ജിത്ത് ആരാന്ന് വെച്ച് കഴിഞ്ഞാലോ ആര്യ സെൽവരാജ് ആരാന്ന് വെച്ചാലോ ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല. പക്ഷെ തമിഴ്നാട്ടിൽ കുറച്ചും കൂടി അവരുടെ രാഷ്ട്രീയം ആൾക്കാർക്ക് മനസ്സിലാവുകയും അവർ കണ്ട് ശീലിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിലേക്ക് കുറെ കൂടെ ആൾക്കാർ അവരുടെ സിനിമകൾ കാണുകയും സക്സസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഉറങ്ങിയോ? ഇതുപോലെ ആളുകള് ഏറ്റെടുക്കാതെ പോയ മറ്റൊരു സിനിമയായിരുന്നു കടകൻ. പക്ഷെ അതിലെ കഥാപാത്രമാണെങ്കിലും അത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഒരു തീമായിരുന്നു. പക്ഷെ കടകന് അത്രത്തോളം അത് ഡിസേർവ് ചെയ്യുന്ന ഒരു ഓഡിയൻസിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ചില സിനിമകൾ അങ്ങനെയാണ്. ഇതിപ്പോ എനിക്കറിയില്ല അത് വർക്കാവത്തിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ ആ സമയം ഇറങ്ങുന്ന സാഹചര്യമോ അല്ലെങ്കിൽ ആ സമയത്തുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതോ ഇഷ്ടപ്പെടാതിരിക്കുന്നതോ ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഒരു സിനിമയുടെ കാര്യത്തിലും അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇപ്പം എത്രയോ സിനിമകൾ തിയേറ്ററിൽ റിലീസായിട്ട് പിന്നെ OTT വരുമ്പോൾ ആൾക്കാർ കണ്ടിട്ട് നല്ല സിനിമയാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ OTT ഭയങ്കരമായിട്ട് വരുന്നത് കൊണ്ടും കൂടി നമുക്കിത് എപ്പോഴേലും വീട്ടിൽ TV വരുമ്പോൾ കാണാമെന്ന് തോന്നുന്നത് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം. മാത്രമല്ല ആ സമയത്ത് അതേ മാസത്തിൽ തന്നെ 4 ഹിറ്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഭ്രമയുഗം, അന്വേഷിപ്പും കണ്ടെത്തും. ഇങ്ങനെ അതേ വീക്കെൻഡിൽ തന്നെയാണ് ഇതും വന്നിറങ്ങുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവർ ജനങ്ങളുടെ പ്രയോറിറ്റി എന്തായാലും ആദ്യത്തെ ഹിറ്റ് പടങ്ങൾ 4 കാണാനായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കടകം കാണാൻ വരുമ്പോഴത്തേക്കിനും എത്ര വീട്ടുകാർ ഒരു മാസം 4 പടം കാണും? അവരുടെ ബഡ്ജറ്റിൽ വരുമെന്നുള്ളതാണ്. ബഡ്ജറ്റിൽ പോലും ആ പടം വരില്ല. അപ്പോൾ അതങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത് തെരഞ്ഞെടുക്കുമ്പോ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു കടകൻ? ഇല്ല, ഇത് എനിക്ക് അതിന്റെ ബേസിക്കലി എനിക്ക് ആക്ഷൻ മൂവി ചെയ്യണം എന്ന് തോന്നി. അതേ സമയത്തും ഈ പറഞ്ഞ എന്റെ കൺവീനിയൻസിന് അവർ ഓക്കെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവർക്ക് ചെയ്യാം എന്നുള്ള ഒരു ഗ്യാപ്പിൽ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഓക്കെ, റെഡി. അതിനകത്ത് ഒരുപാട് ചിന്തിച്ച കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ബേസിക്കലി നമ്മളുടെ വിജയിക്കാത്ത സിനിമകളും നമുക്കൊരു തരം എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് അങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക. അപ്പം അത് എപ്പോഴും എല്ലാ സിനിമകളും അത് വിജയിച്ചാലും ഇല്ലെങ്കിലും അത് നമുക്ക് തരുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്യാൻ അറിയാത്തൊരു ക്യാരക്ടറിന് ചെയ്യുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് എപ്പോഴും ലേണിംഗ് ആണ്. അത് എല്ലാ സിനിമകളിലൂടെയും സംഭവിക്കും. ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇനി എനിക്ക് റിലീസിനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഗുരുവായൂർ കഴിഞ്ഞു, വാഴ കഴിഞ്ഞു, ഇനി ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാതി ജാതകവും ഗെറ്റ് സെറ്റ് ബേബിയും ഉണ്ട്. പക്ഷെ അത് എന്നാ റിലീസ് ആവുകയെന്ന് എനിക്കറിയില്ല. ഈ ആഴ്ച ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഈ പറഞ്ഞ പോലെ 2-3 തമിഴ് വരാനുണ്ട്, ഒരു ഹിന്ദി വരാനുണ്ട്, 5-6 മലയാളം വരാനുണ്ട്. അത് സമയമാകുമ്പോ തന്നെ റിവീലായി. ഞാനായിട്ട് പറയാൻ നിൽക്കണ്ട. മാമിന് ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി കിട്ടിയെന്ന് പറഞ്ഞു. ഷിഫ്റ്റിംഗ് പരിപാടികളുണ്ടോ? ഇനി പ്രോഗ്രാംസ് ഫുൾ ഷിഫ്റ്റ് ചെയ്യുക? അങ്ങനെയല്ല, അത് അവര് മറ്റേ മറ്റേ ആർട്സിൽ എല്ലാ മേഖലയിലും ഉണ്ട്. എനിക്ക് ആർട്സിൽ ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ ചെയ്തതിനാണ് അവർ പെർമനൻറ്റ് റെസിഡൻസി തരുന്നത്. സോ അത് പക്ഷേ അത് അവിടുത്തെ ഒരു വലിയൊരു തിയേറ്റർ പേഴ്സൺ ഓസ്ട്രേലിയനാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. ബാക്കി സ്പോർട്സിനും മെഡിസിനും ടെക്നോളജിക്കും സ്പോൺസേഴ്സ് ഉണ്ട്. എനിക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. പ്യോർലി ബേസ്ഡ് ഓൺ മൈ അക്കാഡമിക് ആൻഡ് പെർഫോമൻസ് വർക്ക്. പക്ഷേ ഞാൻ അങ്ങനെ ഐ വിൽ നോട്ട് സെറ്റിൽ ഡൗൺ ദാറ്റ് ഒന്നും തിങ്ക്. ഇടയ്ക്ക് പോയിട്ട് വരും. അവിടെ യൂണിവേഴ്സിറ്റീസൊക്കെ ഉണ്ടല്ലോ. ബട്ട് അതർ ദാൻ ദാറ്റ് എനിക്ക് എൻ്റെ ആയിട്ടുള്ള വേറെ
പ്രോജക്ട്സ് ഉണ്ട് എനിക്ക്. ഏതൊക്കെ പറയാം? ഇപ്പോൾ എൻ്റെ ഒരു വർക്ക് ഈ ഡെഫിനുള്ള ഒരു ഞാൻ ചെയ്തൊരു വർക്ക് ഉണ്ട് ക്രോസ് ഓവർ. അത് മുംബൈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്തു, ഞാനായിരുന്നു ഡയറക്റ്റ് ചെയ്തത്. അത് ആദ്യമായിട്ട് അതുകൊണ്ട് തന്നെ ഫെസ്റ്റിവലിൽ ഒരു ഇൻക്ലൂസീവ് ആൻഡ് ആക്സസിബിലിറ്റി സെഗ്മെൻറ്റ് തുടങ്ങി. സോ അത് എനിക്ക് ഭയങ്കര ഒരു ഐ തിങ്ക് ദാറ്റ് വുഡ് ബി മൈ ബിഗ്ഗസ്റ്റ് അവാർഡ്. എന്താ വെച്ചാൽ നമ്മുടെ ഫോമിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതിൻ്റെ റിപ്പിൾസ് ആയിട്ട് വേറൊരു രീതിയിൽ ആദ്യമായി ഒരു ഇൻക്ലൂസീവ് സെഗ്മെൻറ്റ് തുടങ്ങുക ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ ഞാൻ അത് സ്ക്രീൻ ചെയ്തപ്പോൾ ഒരു 50 ഡെഫും പിന്നെ ദേ വാസ് ഓൾസോ ബ്ലൈൻഡ് പീപ്പിൾ ആൻഡ് നോർമൽ പീപ്പിൾ. അപ്പോൾ ഇത് ഏബിൾഡും ഡിസേബിൾഡും എല്ലാവരും ഒരുമിച്ച് കണ്ട് ആസ്വദിക്കുന്ന ഒരു ഫിലിം എന്ന് പറയുമ്പോൾ അതൊരു മൈൽ സ്റ്റോൺ ആണ്. പിന്നെ എൻ്റെ അടുത്ത ഡാൻസ് ഫിലിംസ്, ഡാൻസ് ഷോർട്ട് ടോക്സ്, പിന്നെ കാവലം നാരായണ പണിക്കർ സാറിൻ്റെ ഒരു വർക്ക്, ഞാൻ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വർക്ക് ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥൻ വീട് വിട്ടു പോകുന്ന മുമ്പുള്ള ഒരു 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 ആങ്സൈറ്റി, സ്ട്രെസ്, ബുദ്ധനാവുന്നതിന് മുമ്പ്. അപ്പോൾ ഇത്തവണത്തെ കാവലം സാറിൻ്റെ പേരിലുള്ള അവനവൻ കടമ്പ അവാർഡ് എനിക്ക് അവർ തരുന്നു. സോ ഇപ്പോൾ അതൊന്ന് റീക്രിയേറ്റ്, അതൊന്ന് ചെയ്യണം. കുറച്ച് കാലം അത് എൻ്റെ ഇറ്റ് വാസ് ഇൻ മൈ ഷെൽഫ്. സോ അതാദ്യമായിട്ട് അതൊന്ന് പ്രസന്റ് ചെയ്യണം. സോ ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടാവട്ടെ എല്ലാ മേഖലയിലും എല്ലാവർക്കും. അതുപോലെ തന്നെ കഥ ഇന്ന് വരെ വലിയൊരു സക്സസ് ആവട്ടെ, നല്ലൊരു അനുഭവം ആവട്ടെ. താങ്ക് യു സോ മച്ച്. Thank you so much. താങ്ക് യു.